നാളെയാണ് നമ്മുടെ ഹിന്ദിയുടെ എക്സാം വരുന്നത്. നമുക്ക് പൊളിച്ചടുക്കി എഴുതാനുള്ളതാണ് അല്ലേ. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട 2 കാര്യങ്ങളും കൊണ്ടിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഒന്ന് പത്രമാണ്, ഒന്ന് ഡയറിയാണ് അല്ലേ. ഇത് രണ്ടും ചോദിക്കാതെ നമ്മുടെ ഹിന്ദിയുടെ എക്സാമുകളൊന്നും കടന്നു പോയിട്ടില്ല. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ ഫോർമാറ്റുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതിൻ്റെ ഫോർമാറ്റ് എഴുതിയാൽ മാത്രം മക്കൾക്ക് എന്ത് കിട്ടും? പകുതി മാർക്കോളം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു കോണ്ടന്റ് നന്നായിട്ട് പഠിച്ചിട്ട് നാളത്തെ എക്സാമിലേക്ക് പോയിക്കോളാം കേട്ടോ. ആദ്യം നമുക്ക് പത്രം അല്ലേ. പത്രം എന്ന് വെച്ചാൽ എന്താണ്? ലെറ്റർ ആണ്. ഒരാൾക്ക് നമ്മൾ കത്തയക്കാണ്. ഡിയർ ഫ്രണ്ടേ, ഇങ്ങനെയാണ് അങ്ങനെയാണ് കുറച്ച് ദിവസം മുമ്പ് അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുതുന്ന സംഭവമാണ് എന്ത്? ലെറ്റർ എന്ന് പറയുന്നത്. ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കിക്കേ, പത്ര എന്നാണ് പറയുന്നത് കേട്ടോ. പത്രം എന്ന് കണ്ടു കഴിഞ്ഞാൽ വേറൊന്നും വിചാരിക്കരുത്. എന്താണ്? അത് ലെറ്റർ ആണ്, അല്ലാതെ പത്രമല്ല, ലെറ്റർ ആണ്. ഓക്കെ, ലെറ്റർ എഴുതുമ്പോൾ ആദ്യം മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? നന്നായിട്ട് ബോക്സ് വരച്ചേക്കാം. ഡയറി ആവട്ടെ, ലെറ്റർ ആവട്ടെ, ബോക്സ് വരയ്ക്കാതെ നമുക്ക് ഒരു പരിപാടിയും ഇല്ല കേട്ടോ. ഓക്കെ, ബോക്സ് വരയ്ക്കുന്നു. എന്നിട്ട് നോക്കിക്കേ, ഈ ഒരു സൈഡിലായിട്ട് സ്ഥാനും ഡേറ്റും എഴുതുന്നു. എന്താണ്? സ്ഥാനും ഡേറ്റും. പ്ലേസ് ആണ് സ്ഥാനം എന്ന് വെച്ചാൽ സ്ഥാനം എന്താണ്? പ്ലേസ് ആണ്. മക്കൾക്ക് ഇനി പ്ലേസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ സ്ഥാൻ എന്ന് മാത്രം എഴുതി വെച്ചാലും ഒരു പ്രശ്നവും ഇല്ല. സ്ഥാനം എഴുതാം, പിന്നെ ഏതെങ്കിലും ഒരു ഡേറ്റും എഴുതി വെച്ചോളാം. പിന്നെ പ്രിയ മിത്ര, നമുക്ക് സാധാരണ കൂട്ടുകാരനാണ് കത്ത് എഴുതാനുണ്ടാവല് കേട്ടോ. ഹിന്ദിയിൽ കൂട്ടുകാരനാണ് കൂടുതലായിട്ട് നമുക്ക് കത്ത് എഴുതാനുണ്ടാവുക. അപ്പൊ എന്താണ്? പ്രിയ മിത്ര, ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കത്ത് തുടങ്ങുകയാണ്. ശ്രദ്ധിച്ചോളാം, ആദ്യത്തെ പാരഗ്രാഫിൽ, ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ തുടങ്ങുന്നത് എന്താണ്? നിനക്ക് സുഖമാണോ? എനിക്ക് സുഖമാണ്. ഞാൻ ഈ ഒരു കത്തുണ്ടല്ലോ, ഒരു സ്പെഷ്യൽ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്. ഇതെങ്ങനെ ഹിന്ദിയിൽ പറയും? നോക്കിക്കേ, തും കേസേ ഹോ, നിനക്ക് എങ്ങനെയുണ്ട്? മേ യഹാ ടീക് ഹൂം, ഞാൻ ഇവിടെ എന്താണ്? ടീക് ഹൂം, ഓക്കെ ആണ്, ഞാൻ സുഖത്തിലൊക്കെ തന്നെയാണെന്ന് പറയാം അല്ലെ. മേ, ഞാൻ, യഹ് പത്ര, ഈ ഒരു കത്ത്, ഏക് വിശേഷ് ബാത്ത്, ഒരു വിശേഷപ്പെട്ട അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ബാത്ത് ബത്താനെ കേലിയെ, കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ലിഖ് രഹാ ഹൂം, എഴുതുന്നത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഫസ്റ്റത്തെ പാരഗ്രാഫ് നിങ്ങൾ തുടങ്ങേണ്ടത്. സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്ന പരിപാടി അല്ലേ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാരഗ്രാഫ് ഉണ്ടല്ലോ. ഈ സെക്കൻഡ് പാരഗ്രാഫിലാണ് നിങ്ങൾ എന്ത് എഴുതാൻ പോകുന്നത്? കൂട്ടുകാരനോട് എന്തിനെ കുറിച്ച് പറയാനാണല്ലോ വിളിച്ചത് അല്ലെ. എന്തിനെ കുറിച്ച് പറയാനാണ് കത്ത് എഴുതുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ട് കുറച്ച് ദിവസം മുമ്പുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടായി അങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് എഴുതുന്ന ഒരു സംഭവം അല്ലെ. നോക്കിക്കേ, കുച്ച് ദിൻ പെഹലെ, കുറച്ച് ദിവസം മുമ്പേ എന്തൊക്കെയാണോ ഉണ്ടായിട്ടുള്ളത് ആ സംഭവങ്ങളൊക്കെ നമ്മൾ സെക്കൻഡ് പാരഗ്രാഫിൽ എഴുതി വെക്കുന്നു. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫോർമാറ്റ് ആണ്. അപ്പൊ ഏത് കത്തിലും ഈ ഒരു സാധനം എഴുതി വെച്ചാൽ മതി. നോക്കിക്കേ, എന്നിട്ട് എന്താണ്? ഈ ഒരു നടുവത്തെ സംഗതി നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? നിങ്ങൾക്ക് തരുന്ന ബോക്സിൽ നിന്നോ ഹിന്ദിയിൽ നിന്നോ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഇതാലോചിച്ച് പേടിക്കേണ്ട, ഫോർമാറ്റ് മാത്രം ഒന്ന് പഠിക്കുക. ഓക്കെ, ഈ തേർഡ് പാരഗ്രാഫ്, നമ്മുടെ കത്ത് അവിടെ അവസാനിച്ചോ? കത്ത് അവിടെ അവസാനിക്കുന്നില്ല അല്ലേ. തേർഡ് പാരഗ്രാഫിൽ എന്ത് പറയണം? എല്ലാവരോടും എൻ്റെ ഇഷ്ടമൊക്കെ അറിയിക്കണം, മാത്രമല്ല നിന്റെ കത്ത് അല്ലെ, മറുപടി കത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. നോക്കിക്കേ, സബ്കോ മേരാ പ്യാർ കഹ് ദേന, എല്ലാവരോടും എൻ്റെ പ്യാർ, ഇഷ്ടം, കഹ് ദേന, പറയണം. എല്ലാവരോടും എൻ്റെ ഇഷ്ടം പറയണം. ഓക്കെ, സാധാരണ ആൾക്കാർ ചാച്ചാ ചാച്ചി എന്നൊക്കെ എഴുതലുണ്ട്. നമുക്ക് അതൊന്നും വേണ്ടെന്നാണ്. സബ്കോ, എല്ലാവരോടും അങ്ങോട്ട് പറയാം അല്ലെ. എല്ലാവരോടും എൻ്റെ പ്യാർ പറയണം, പ്യാർ ഇഷ്ടം അറിയിക്കണം, പറയണം എന്ന് പറയാണ്. എന്നിട്ട് നോക്കിക്കേ, ജവാബി പത്ര, ഈ സാധനത്തിന്റെ പേരെന്താണ്? ജവാബി പത്ര, മറുപടി കത്ത്. ഒരു കത്ത് അയച്ചാൽ ഇങ്ങോട്ടൊരു കത്ത് പ്രതീക്ഷിക്കല്ലോ അല്ലെ. അപ്പൊ അതാണ് ജവാബി പത്ര. പഠിച്ചു വെച്ചോളാ, ജവാബി പത്രയ്ക്ക് പ്രതീക്ഷ കർ രഹാ ഹൂ, എന്താണ്? ലെറ്ററിന്റെ മറുപടി കത്തിന്റെ എന്ത്? ഒരു മറുപടി കത്ത് ഞാൻ പ്രതീക്ഷ കർ രഹാ ഹൂ, പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് തുമാരാ മിത്ര എന്ന് പറഞ്ഞിട്ട്, നിന്റെ മിത്രം, നിന്റെ സ്വന്തം മിത്രം എന്ന് പറഞ്ഞിട്ട് ആരാണോ എഴുതുന്നത്. ഇപ്പൊ എന്താണ്? നമ്മുടെ അരുൺ ഗാന്ധി എഴുതുന്ന ഒരു ലെറ്റർ ആയിക്കോട്ടെ. അരുൺ ഗാന്ധിന്റെ ഫ്രണ്ടിന് എഴുതുന്ന ലെറ്റർ ആണെങ്കിൽ എന്താണ്? അരുൺ ഗാന്ധി എന്ത് പറയും? എന്താണ്? അരുൺ ഗാന്ധി എന്ന് ഇവിടെ എഴുതി വെക്കൂല. എന്താണ്? അരുൺ ഗാന്ധി. അതായത് ആരാണോ ലെറ്റർ എഴുതുന്നത് അവരുടെ പേരാണ് ഇത് ഇവിടെ എഴുതി വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ട സംഭവമാണ് എന്ത്? ഇത് എന്ന് പറയുന്നത്. ടു അഡ്രസ്സ്. ഒരു കത്ത് വെറുതെ ഇങ്ങനെ എഴുതി വെച്ചാൽ മതിയോ? അല്ല, ഒരാൾക്ക് അയച്ചു കൊടുക്കണം അല്ലെ. ആ അയച്ചു കൊടുക്കുന്ന ആളുടെ അഡ്രസ്സ് നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. അതിന് സേവാമേ, സേവാമേ എന്ന് വെച്ചാൽ ടു അഡ്രസ്സിനാട്ടോ പറയുന്നത്. ടു സേവാമേ, നാം പത്ത, നാം എന്ന് വെച്ചാൽ നെയിമാണ്, പത്ത എന്ന് വെച്ചാൽ എന്താണ്? അഡ്രസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതണം. ഇപ്പൊ പേരും അഡ്രസ്സും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നാം പത്ത എന്ന് മാത്രം എഴുതണം. എന്നിട്ട് മക്കൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഒരു ബോക്സ് വരച്ചേക്കണം.
ഒരു ബോക്സ് വരയ്ക്കണം. കാരണം എന്താണ്, കത്തിന്റെ പുറകിൽ നമ്മൾ ഒട്ടിച്ചു വെക്കുന്ന അല്ലെങ്കിൽ എഴുതി വെക്കുന്ന സംഭവമാണ് എന്ത്, ടു അഡ്രസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് ബോക്സിൽ ഇട്ടേക്കുക. എന്താണ്, ഒരു ബോക്സിൽ ഇട്ടേക്കുക. ഇതാണ് നമ്മുടെ ലെറ്ററിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഒരു ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇനി എഴുതണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഡയറി പറയാം. എന്താണ് ഡയറി? എന്താണ് ഡയറി എന്ന് പറയുന്നത്? നമ്മുടെ ഏകദേശം എല്ലാ കഥാപാത്രങ്ങളും വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് എഴുതും, ഡയറി എഴുതുന്ന ഒരു പരിപാടി നമ്മുടെ ഹിന്ദിയിലുണ്ട് അല്ലേ. അപ്പൊ ആ ഒരു ഡയറി ചിലപ്പോൾ സന്തോഷമുള്ള ഡയറി ആവാം, സങ്കടമുള്ള ഡയറി ആവാം. അപ്പൊ 2 ഡയറി നമ്മൾ പഠിക്കാൻ പോവാണ്. 2 ഡയറിയിലും ഫോർമാറ്റ് നമ്മൾ പഠിക്കാൻ പോവാണ്. ശ്രദ്ധിച്ചോളാം. നോക്കാം, നമ്മുടെ കഥാപാത്രത്തിന് സന്തോഷമാണ്. അന്ന് വന്നിട്ട് അവന് ഭയങ്കര സന്തോഷമാണ്. സന്തോഷത്തോടെ അവനൊരു ഡയറി എഴുതാണ്. കഥാപാത്രം ഏതുമാവാം, നമ്മൾ ഫോർമാറ്റ് ആണ് പഠിക്കുന്നത്. ആ ഒരു സന്തോഷത്തോടെ ഡയറി എഴുതുകയാണെങ്കിൽ അവന്റെ ഇപ്പൊ ഇന്ദ്രധനുഷ് ധർത്തി പർ ഉത്തര എന്ന് പറയുന്ന പാഠം അല്ലെ, അതിലിപ്പോ ഇന്ദ്രധനുഷ് എന്താണ്, വീട്ടിൽ വന്നിട്ട് വളരെ ഹാപ്പിയാണ്. ആ ഹാപ്പി ആയിട്ട് അവൻ എന്ത് ചെയ്യാണ്, അന്നത്തെ ദിവസത്തെ ഒരു ഡയറി എഴുതാണ്. ആ ഡയറി എങ്ങനെയായിരിക്കും? അപ്പൊ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങൾ എഴുതുന്നുണ്ടാവുക. അപ്പൊ നോക്കാം, ശ്രദ്ധിച്ചേ. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബോക്സ് വരയ്ക്കണം, നല്ല വൃത്തിക്ക് എഴുതണം. അത് കഴിഞ്ഞിട്ട് ഡേറ്റ് എഴുതണം, ടൈം എഴുതണം, പിന്നെ ഒരു ഡേ എഴുതണം. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം. സാധാരണ നിങ്ങൾ ഡേറ്റും ഡേയും മാത്രമാണ് എഴുതല്. പക്ഷെ ഇനി മുതൽ നിങ്ങൾ ടൈമും കൂടി എഴുതി പഠിക്കുക. ഇപ്പോൾ ഉള്ള ഡയറിയിലൊക്കെ എന്ത് എഴുതുന്നുണ്ട്, ടൈമും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, ഡയറിയിൽ ടൈമൊക്കെ ഉൾപ്പെടുത്തിയിട്ട് പഠിച്ചോളാം കേട്ടോ. അപ്പൊ നോക്കുക, എന്താണ് ഡേറ്റ് എഴുതുന്നു, ടൈം എന്താ നോക്കിക്കേ, 9 ബജെ എന്നാണ് തന്നിട്ടുള്ളത്. ബജെ എന്ന് വെച്ചാൽ എന്താണ്, 9 മണി ആയിട്ടുണ്ട്. നമ്മൾ പറയില്ലേ 9 മണി ആയിട്ടുണ്ട്, അതിനാണ് 9 ബജെ എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചോളാം. ഇനിയിപ്പോൾ ബജെ കിട്ടിയില്ലെങ്കിൽ 9 മണി എന്നെങ്കിലും എഴുതി വെച്ചാൽ 9 എന്നെങ്കിലും എഴുതി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി എന്താണ് രവിവാർ അല്ലെ. രവിവാർ എന്ന് പറഞ്ഞാൽ എന്താണ്, അന്നത്തെ ദിവസം. രവിവാർ, സോമവാർ, ശുക്രവാർ, മംഗൾവാർ, ഏതെങ്കിലും ഒരു വാറൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ്, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇത് എഴുതാൻ പറ്റും. അപ്പൊ ഡേറ്റ് ആലോചിക്കുക, ടൈം ആലോചിക്കുക, പിന്നെ എന്താണ് ഡേ ആലോചിക്കുക. ഈ 3 എണ്ണമാണ് ഡയറിയിൽ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഡയറി ആരംഭിക്കണം അല്ലെ. സന്തോഷത്തോടെയാണ് നമ്മൾ എഴുതുന്നത്. ശ്രദ്ധിക്കണേ. ആജ് കാ ദിൻ, ഇന്നത്തെ ദിവസം. മേ കേസേ ഭൂലും, ഞാൻ എങ്ങനെ മറക്കും എന്ന് പറയാണ്. അന്നത്തെ ദിവസം മറക്കാൻ പറ്റത്തില്ല അല്ലെ, ഒരു കഥാപാത്രത്തിന് സന്തോഷം കൊണ്ട് മറക്കാൻ പറ്റത്തില്ല. ആജ് മേരാ ദിൽ, ഇന്നെന്റെ ദിൽ. ദിൽ എന്ന് വെച്ചാൽ എന്താണ്, മനസ്സാണ് അല്ലെ. എന്റെ മനസ്സ് ബഹുത്, ഒരുപാട്, ബർ ഗയാ ഹേ, ഒരുപാട് നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറയാണ് അല്ലെ. ഇത്തനി ഖുഷി ജിന്ദഗി മേ പെഹലി ബാർ ആയാ ഹേ. ഇത്തനി, ഇത്തനി എന്ന് വെച്ചാൽ ഇത്രയും എന്നുള്ള അർത്ഥം കേട്ടോ. ഇത്രയും ഖുഷി, സന്തോഷം. ജിന്ദഗി മേ, ജിന്ദഗി എന്താണ്, ജീവിതമാണ് അല്ലെ. ജീവിതത്തിൽ പെഹലി ബാർ, പെഹലി ബാർ എന്ന് വെച്ചാൽ എന്താണ്, ഫസ്റ്റ് ടൈം ആണ് ഉണ്ടാവുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ മതി ഒരു ഡയറി തുടക്കം. എന്താണ്, സന്തോഷത്തോടെയുള്ള ഒരു ഡയറിയുടെ തുടക്കം എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് 8ാം ക്ലാസ്സിനും 10ാം ക്ലാസ്സിനും 9ാം ക്ലാസ്സിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫോർമാറ്റ് ആണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, നല്ല ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പോഴേ ഇത് പഠിച്ചു വെച്ചോളാം. ഇനി അവസാനം ഒരു ഡയറി സന്തോഷത്തോടെ നമ്മൾ അവസാനിപ്പിക്കുകയാണെന്ത്, ആജ് കാ ദിൻ, ഇന്നത്തെ ദിവസം. മേരെ ലിയേ, എനിക്ക്. ഹമേഷ യാദ്ഗാർ രഹേഗ. യാദ്ഗാർ എന്ന് വെച്ചാൽ എന്താണ്, ഓർമ്മ നിൽക്കും എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ഓർമ്മ നിൽക്കും. എൻഡിങ് ആണ്, ഡയറിയുടെ എൻഡിങ് ഇങ്ങനെ എഴുതാം. നടുവിൽ എന്താണോ കഥയുള്ളത് അത് എഴുതി വെക്കുക. ഇത് ഹാപ്പി ആയിട്ടുള്ള ഡയറിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മുടെ കഥാപാത്രത്തിന് വളരെ വളരെ മൂഡ് ഓഫ് ആയിട്ടുള്ള ഒരു ദിവസമാണ്, സെഡാക്കി, അവനെ ഫുൾ സെഡാക്കിയിട്ടുള്ള ഒരു ദിവസമാണ്, സങ്കടമുള്ള ദിവസമാണെങ്കിൽ എങ്ങനെ നമ്മൾ ഡയറി എഴുതും എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇതൊക്കെ ഫോർമാറ്റ് ഒക്കെ ഒരേപോലെ, സാരങ്ങൾ സെന്റൻസുകൾ മാത്രമാണ് മാറ്റുന്നത് കേട്ടോ. നോക്കിക്കേ, നോക്കിക്കേ. ആദ്യം ഡേറ്റ് എഴുതുന്നു, ടൈം എഴുതുന്നു, ഡേ എഴുതുന്നു. ഓക്കെ, സെറ്റ്. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഇനി എങ്ങനെ തുടങ്ങും നോക്കിക്കേ. ഓഹ്, ഓഹ് എന്ന് വെച്ചാൽ എന്താണ്, അയ്യോ. നമ്മൾ പറയില്ലേ സങ്കടത്തോടെ, അയ്യോ ഇന്ന് എന്ത് ദിവസമാണെന്ന് പറയില്ലേ, അതേപോലെ അല്ലേ. അയ്യോ. ആജ് കേസേ ദിൻ താ, ഇന്ന് എന്ത് ദിവസമായിരുന്നു. നോക്കിക്കേ, ടോണ് വ്യത്യാസമുണ്ടേ. ആജ് കാ ദിൻ, ഇന്നത്തെ ദിവസം. മേ, ഞാൻ. കബി, ഒരിക്കലും. നെഹി ഭൂലൂങ്ക, ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞിട്ട് എഴുതാണ്. ഇത്തന ബൂരാ ദിൻ, നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു, ഇത്തന അച്ഛാ ദിൻ അല്ലേ, ഇത്രയും ഖുഷീക്കാ ദിൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ പറയുന്നത് എന്താണ്, ഇത്തന ബൂരാ ദിൻ, ഇത്രയും മോശം ദിവസം. ജിന്ദഗി മേ, ജീവിതത്തിൽ. പെഹലി ബാർ, ഫസ്റ്റ് ടൈം ആണ് വന്നിട്ടുള്ളത്
എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സങ്കടത്തിന്റെ ഡയറി കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് പറയും, ഇന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടായി അങ്ങനെയൊക്കെ ഉണ്ടായി ജീവിതത്തിൽ സംഭവിക്കരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കഥ ഫുൾ എഴുതുന്നു. അവസാനം ഡയറിയുടെ എൻഡിങ്ങിൽ നമ്മൾ എന്ത് എഴുതുന്നു, യഹ് മേരി ജീവൻ കാ, ഇതെന്റെ ജീവിതത്തിലെ ഏക അവിസ്മരണീയ ദിൻ താ. എന്താ പറഞ്ഞത്, അവിസ്മരണീയ, അൺഫോർഗറ്റബിൾ ആയ, മറക്കാനാകാത്ത ദിവസമായിരുന്നു. ഇതിലേതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി മക്കള്. ഒന്നില്ലെങ്കിൽ അവിസ്മരണീയ പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ എന്താണ് യാദഗാർ പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമുള്ളത് അത് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, യെസ്. ഇങ്ങനെ എഴുതി നടുവിൽ ഇടേണ്ട കോണ്ടന്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ സൂപ്പർ ഡൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഡയറിയിലും ലെറ്ററിലും കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ അഥവാ മക്കൾക്ക് അറിയത്തില്ല എഴുതാൻ, ഈ ലെറ്ററിന്റെ ഫോർമാറ്റും ഡയറിയുടെ ഫോർമാറ്റും മാത്രമാണെങ്കിലും നിങ്ങൾക്ക് കുറച്ചെങ്കിലും മാർക്ക് കിട്ടും. അപ്പൊ ഇതെന്തായാലും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നാളത്തെ എക്സാമിന് പഠിച്ചു വെക്കേണ്ട കോണ്ടന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യുക, നന്നായിട്ട് നാളത്തെ എക്സാം മക്കൾ എഴുതിക്കോളാം കേട്ടോ. ബൈ ബൈ.